പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം സമ്മാനം നേടുക എന്നതിനപ്പുറം മത്സരത്തിൽ പങ്കെടുക്കുന്ന ഓരോ മത്സരാർത്ഥിയെയും വീണ്ടും മത്സരിപ്പിക്കാനുള്ള പ്രചോദനം എന്നതാണ് പ്രോത്സാഹനം. ആ പ്രോത്സാഹന സമ്മാനം ഏർപ്പെടുത്തി ജില്ലാ കമ്മിറ്റി സംസ്ഥാന സ്നേഹോഷ്മങ്ങൾ അറിയിക്കുന്നു. അതുപോലെ നമ്മൾ നടത്തിയിട്ട് ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന തലത്തിലായതുകൊണ്ട് നമ്മൾ ലൈവായി ചെയ്യുക എന്ന പ്രായോഗിക ബുദ്ധിമുട്ടും ഒക്കെ ആയതുകൊണ്ട് ഓൺലൈനായി പരിപാടി വെച്ചത്. ആ പരിപാടിയിൽ ഞങ്ങൾ അനൗൺസ് ചെയ്തത് മത്സരത്തിൽ 1ാം സ്ഥാനം നേടുന്ന ഗായകനെ അല്ലെങ്കിൽ ഗായികക്ക് മത്സരാർത്ഥി 1000 രൂപ പ്രൈസ്, അതുപോലെ 2ാം സ്ഥാനക്കാർക്ക് 700 രൂപ, 3ാം സ്ഥാനക്കാർക്ക് 500 രൂപ. ഈ ഒരു തീരുമാനം എടുക്കുന്ന നേരത്ത് നമ്മൾ കണക്കുകൂട്ടിയത് വ്യത്യസ്തങ്ങളായ ജില്ലയിലായത് മറ്റ് ഉപഹാരങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ക്യാഷ് പ്രൈസ് മാത്രം അത് അയച്ചു കൊടുക്കാം എന്നുള്ളതാണ്. കാസർഗോഡിന്റെ ജില്ലാ കമ്മിറ്റി ഇങ്ങനെ ഒരു കുടുംബ സംഗമം നടത്തിയത്. നമുക്കറിയാം, ഒരു ഗൂഗിൾ പേ വഴി കേവലം ചുരുങ്ങിപ്പോയി ഒരു സമ്മാനം ഇത്രയും, അതായത് സംസ്ഥാനത്തിൽ നടത്തി അതിൽ 21 ഗായകന്മാർ പങ്കെടുത്തത് ഏറ്റവും മികച്ച ഗായകനായി 1ാം സ്ഥാനം നേടിയ ആ വ്യക്തി ഇങ്ങനെ ഒരു ചടങ്ങിൽ വെച്ച് ഇങ്ങനെ ഒരു സമ്മാനം ഏറ്റുവാങ്ങാൻ ഒരു അവസരം ഒരുക്കണം എന്നുള്ള സംസ്ഥാന കമ്മിറ്റി ആഗ്രഹം ജില്ലാ കമ്മിറ്റി അത് ജില്ലാ കമ്മിറ്റി അംഗീകരിച്ചുകൊണ്ടാണ് ഇവിടെ വെച്ച് ആ മത്സരാർത്ഥി കാസർഗോഡ് അഭിമാനം വാനോളം ഉയർത്തിയ അതിജീവനം കലാകാര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കേരള സംസ്ഥാനത്ത് ഇന്ന് മത്സരത്തിൽ പങ്കെടുത്തതിൽ ഏറ്റവും മികച്ച ഗായകൻ 1ാം സ്ഥാനം നേടിയ പ്രിയപ്പെട്ട രാജു പരപ്പ അദ്ദേഹത്തെ സ്നേഹത്തോടെ കുറിപ്പിക്കുകയാണ് സമ്മാനം ഏറ്റുവാങ്ങുന്നത്. അതുപോലെ നമുക്കറിയാം, വലിയ ഗായകന്മാർ 21 ഗായകന്മാർ ഏറ്റവും ഒരു അവന്റെ കഴിവ് തെളിയിച്ചുകൊണ്ട് എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട നിവേദൻ സംസ്ഥാന കമ്മിറ്റിയുടെ ഈ പ്രോത്സാഹന സമ്മാനം പങ്കെടുക്കലും സ്നേഹത്തോടെ ഈ മത്സരത്തിൽ കാസർഗോഡ് ജില്ലയുടെ സംസ്ഥാന കമ്മിറ്റി ഈ ഒരു മത്സരത്തിൽ കാസർഗോഡ് ജില്ലയുടെ പേര് വാനോളം ഉയർത്തിക്കൊണ്ട് ആ മത്സരം ഏറ്റെടുത്തുകൊണ്ട് ആ പങ്കെടുത്ത് കാസർഗോഡ് ജില്ലയുടെ ആ കേരള സംസ്ഥാന അതിജീവന ട്രസ്റ്റിന്റെ എല്ലാ ജില്ലകളിലേക്കും കാസർഗോഡിന്റെ പേര് ഈ മത്സരത്തിലെടുത്ത മത്സരാർത്ഥികൾക്ക് കാസർഗോഡ് ജില്ലയുടെ ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ ഉപഹാരമാണ് അടുത്ത് നൽകുന്നത്. ആ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി മത്സരത്തിൽ പങ്കെടുത്ത കാസർഗോഡ് ജില്ലയുടെ ഉപാധ്യക്ഷൻ കൂടിയായ പുഷ്പ ചെറുപ്പത്തൂരിനെ സ്നേഹത്തോടെ ഉപഹാരം വാങ്ങാൻ വേണ്ടി ക്ഷണിക്കുന്നു. നമുക്കറിയാം, അതുപോലെ തന്നെ ജീവകാരുണ്യ മേഖലയിൽ ഒട്ടേറെ ജീവകാരുണ്യ സംഗീത യാത്രയിലൂടെ ആദ്യം പറഞ്ഞ കൂട്ടത്തിൽ പുഷ്പയായാലും രാജു ആയാലും നമ്മളെല്ലാവരും അതുപോലെ നിരവധി ജീവകാരുണ്യ മേഖലകളിൽ തെരുവുകൾ തോറും പാടി യാതൊരു പ്രതിഫലവും നമ്മുടെ ജീവി സ്നേഹം കാണിച്ച് ജനങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട മറ്റൊരു മത്സരാർത്ഥി ശ്രുതി പരപ്പ. തന്നെ നമ്മുടെ സംഘടന രൂപം കൊണ്ടത് അന്ന് വരെ നമ്മൾ ഓരോ പരിപാടിയിലും അദ്ദേഹത്തിന്റെ കഴിവിനനുസരിച്ച് പോലെ എല്ലാ പരിപാടിയിലും അദ്ദേഹത്തിന്റെ നിറസാന്നിധ്യം അറിയിച്ചുകൊണ്ട് സംഘടനയുടെ ഒപ്പം നിൽക്കുന്ന പ്രിയപ്പെട്ട സുരേഷ് പിലിക്കോട്.
ഇങ്ങനെ ഉപകാരം ഏർപ്പെടുത്തിയ സംസ്ഥാന കമ്മിറ്റിയുടെ അഭിനന്ദനങ്ങൾ അറിയിച്ചു. കയ്യിൽ നിന്നും ഈ സംഘടനയുടെ ID കാർഡ് ഏറ്റുവാങ്ങാൻ അവസരം ലഭിച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ഈ പേര് വായിച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ പ്രഥമ സംസ്ഥാന വാർഷിക സമയത്താണ് അടിച്ചത്. ശേഷമുള്ള സമയത്ത് 200 രൂപ നൽകി നിങ്ങൾ പ്രൂഫ് നൽകിയിട്ട് കിട്ടിയില്ലെങ്കിൽ പേര് പറഞ്ഞു തരാം. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്തരം ഒരു മഹത്വയുടെ കയ്യിൽ നിന്നും ഈ ഐഡി വാങ്ങാൻ ഇന്ന് അവസരം ലഭിച്ചത് ഷീലു കാസർ. പോലെ നമ്മൾ എല്ലാ കാര്യത്തിലും ജീവകാരുണ്യ മേഖലയിൽ പ്രത്യേക അഭിമാനമായ ഏത് കാര്യത്തിലും നമ്മോടൊപ്പം നിൽക്കുന്ന എല്ലാ പരിചയം അറിയില്ല ആളിവിടെ എത്തിയിട്ടില്ല. അറിയാം, ഉത്സവക്കാർക്ക് അറിയാം. സമത് പൂമാടം എന്ന സ്ഥലത്തില്ല. അദ്ദേഹം മലേഷ്യയിലാണുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാവത്തിന് അദ്ദേഹത്തിന്റെ ID കാർഡ് ഏറ്റവും അദ്ദേഹത്തിന്റെ മകനാണ്. മോനെ സ്നേഹത്തോടെ. അതുപോലെ ചില സ്ഥലങ്ങളിൽ സമത് പൂമാടം നമ്മുടെ എന്റെ മകന്റെ പാട്ട് പേര് മുസ്തഫ ഒരു വേണ്ടതാണ്. ആളെ തിരിച്ചെന്ന് പറയേണ്ട എല്ലാവിധ സപ്പോർട്ടും പ്രോത്സാഹനം ഉണ്ടാവണം. സന്തോഷം.